Hello. Welcome to Market Discussion again. Today, April 16, 2025. ഞാൻ നേരത്തെ ഓൾറെഡി ഏപ്രിൽ 16, 2025 ഫണ്ടമെൻ്റൽസിനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതിൻ്റെ ഗോൾഡ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആണ് ആദ്യമേ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ തന്നെ ഏപ്രിൽ 16 തന്നെ വേറൊരു വീഡിയോ ഉണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നടക്കാൻ പോകുന്ന ഫണ്ടമെന്റൽസിനെ കുറിച്ചും ഇന്ന് എന്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മുന്നേ തന്നെ നോക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY പോകുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 142.18 എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഓക്കെ, സോ ആ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാം. 141.50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. സപ്പോസ് എങ്ങാനും മാർക്കറ്റ് താഴോട്ട് വന്നാൽ മാർക്കറ്റ് 140 സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 120 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡുകൾ ചെയ്യാതിരിക്കുക JPY. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഇതൊരു 140-142 എന്ന് പറയുന്ന ഒരു ജംഗ്ഷനായിട്ട് ആക്ട് ചെയ്യും. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ പോവുക. ഇല്ലെങ്കിൽ താഴോട്ട് ഉറപ്പായിട്ടും 120 വരെ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയാണ് JPY ഉള്ളത്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13845 ഓക്കെ, നല്ലൊരു റേഞ്ചാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള നമ്മൾ അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. പക്ഷേ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1.1400 അവിടെ വെച്ചൊരു സെല്ല് ചെയ്യാം. ഇന്നലെ പോയ ഹൈയുടെ മുകളിലായിട്ട് ഒരു $2-3 മുകളിലായിട്ട് 1.14500 അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു സെല്ല് ചെയ്യാം. റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ. ഞാൻ എന്തായാലും അവിടെ നിന്ന് സെല്ല് എടുക്കത്തില്ല. ഞാൻ റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് താഴെ 1.100 എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി ഉണ്ടാവും. ഓക്കെ, പക്ഷേ യൂറോയിലെ സംബന്ധിച്ച് നോക്കാൻ നേരത്തെ ഇന്നത്തെ ദിവസം യൂറോയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അതുകൊണ്ടിട്ട് യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ GBP വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.32796 ആണ്. GBP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞത് 1.3300 ആണ്. ഓക്കെ, 1.3300 അടുത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ റിസ്കി സെല്ല് എടുക്കാം. റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം വേറൊരു ഓപ്പർച്യൂണിറ്റിയും എനിക്കിന്ന് എടുത്തു തരാനായിട്ടില്ല. അല്ല, മാർക്കറ്റ് എങ്ങാനും താഴെ വീണ് കിട്ടിയാൽ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ നമുക്ക് മാർക്കറ്റ് ഉറപ്പായിട്ടും താഴെ വീണ് കിട്ടും. ലോങ്ങർ ടേമിൽ മേടിച്ചിടാം. 1.300 അവിടുന്ന് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ 1.2800 കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, നമ്മളുടെ പുതിയൊരു ബാച്ച് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.